ഹായ് ഡിയേഴ്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കിന്ന് ഒരു അടിപൊളി ഇലിമ്പിക്ക അച്ചാറാക്കിയാലോ. ഇത് പല നാടുകളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ചിലിമ്പിക്ക എന്നറിയപ്പെടാറുണ്ട്, ഇലിമ്പിക്ക എന്നറിയപ്പെടാറുണ്ട്. ഇത് ഏതായാലും പച്ചയ്ക്ക് നമുക്ക് തിന്നാൻ പറ്റില്ല. അതിനേക്കാളും നല്ലത് അച്ചാറാക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇത് ചെറിയ പീസായിട്ട് നമുക്ക് അരിയാം. ശേഷം ഇതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി വെക്കണേ. ഉപ്പുകെല്ലാം ഇടുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പക്ഷെ അച്ചാറിന് വേണ്ട വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഒരു 3 ഇതൾ കറിവേപ്പിലയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ചീനച്ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എണ്ണ ചേർക്കാം. എണ്ണ നമ്മൾ തോരനൊക്കെ ചേർക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂടുതൽ ചേർക്കണം. അച്ചാറിന് കുറച്ചുകൂടെ എണ്ണമയം ഉള്ളതാണ് കുറച്ചും കൂടെ നല്ലത് ടേസ്റ്റ്. എത്രമാത്രം ഹെൽത്തിയാണെന്നറിയില്ല, പക്ഷേ അച്ചാറിന് നമ്മൾ പൊടിയൊക്കെ വറുക്കണ്ടല്ലേ, അപ്പോൾ കുറച്ച് എണ്ണ കൂടുതൽ ചേർക്കണം. ശേഷം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ പൊട്ടിപ്പാകമായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1.5 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇവയും കൂടെ ആഡ് ചെയ്യാം. ഇവ എണ്ണയിൽ കിടന്നിട്ടൊന്ന് മൂക്കട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളിയുടെ കളറ് മാറുന്നതാണ് ഇതിൻ്റെ ഒരു പാകം. എന്ന് വെച്ചാൽ ഭയങ്കര ബ്രൗണിഷ് കളർ ആവേണ്ട, ഒരു ചെറുതായിട്ട്. ഇതാണ് വെളുത്തുള്ളിയുടെ കളർ. ഇത്രയും കളർ മാറിയാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കിനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ അച്ചാർ പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ലേ. 1.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, സാദാ മുളക് പൊടി. അതിൻ്റെ കൂട്ടത്തിൽ അച്ചാറിന് കുറച്ച് കളറും കൂടെ കിട്ടാൻ വേണ്ടി 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഈ പൊടിയുടെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി എണ്ണയിൽ നമുക്ക് കുറച്ച് നേരം മൂപ്പിക്കാം. പൊടി ചൂടായി കഴിയുമ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉപ്പുകല്ല് ആഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഇലിമ്പിക്കകത്ത് ഉപ്പുകല്ല് ഇട്ടിട്ടുണ്ട്. ഇലിമ്പിക്കയല്ലേ, നല്ല പുളിയുണ്ട്. അപ്പം നമുക്ക് എത്ര ഉപ്പ് ചേർത്താലും അധികം ആവില്ല. ശേഷം നമുക്ക് ചിലിമ്പിക്ക അതേപോലെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കണം. ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഓൾറെഡി ഇതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടാവും. വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങി വന്നോളും. ഞാനിവിടെ ഈ അച്ചാറാക്കിയപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. കണ്ടോ, വെള്ളം വരുന്ന കണ്ടോ തിളച്ച് കഴിയുമ്പോഴത്തേക്കും. ഓക്കെ, കുറച്ചും കൂടി ഒന്ന് തിളയ്ക്കട്ടെ. ശേഷം നമുക്കൊരു ഇച്ചിരി വിനാഗിരി, 1 ടേബിൾ സ്പൂണോളെ വരുള്ളൂ, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് അച്ചാറിൻ്റെ പരുവം. അപ്പോൾ നമ്മൾ വാങ്ങാൻ നേരത്ത് ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് വെല്ലം, ഭയങ്കര പുളിയല്ലേ ഇലിമ്പിക്കയ്ക്ക്, അതുകൊണ്ട് കുറച്ച് വെല്ലവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെല്ലം അഥവാ ശർക്കര എന്ന് പറയും, അത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇലിമ്പിക്ക അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.